എല്ലാവർക്കും അങ്കിൾ ടോം ടൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കൂരി വൃത്തിയാക്കുന്നതാണ്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ കൂരിമീൻ. ഇത് കണ്ടോ, ഞാനിത് നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയതാണ്. കൂരി നമ്മൾ മേടിക്കുവാൻ തന്നെ നമ്മൾക്ക് ഇഷ്ടമില്ല. കാരണം അത് വൃത്തിയാക്കാനുള്ള പാടാണ്. അതിൻ്റെ മുള്ളാണെങ്കിലോ അസ്ത്രം പോലെ ഇരിക്കും. അത് കയ്യിൽ കൊണ്ടാൽ അറിയാലോ, പെട്ടെന്ന് മുറിയും. അതുപോലെ തന്നെ തുളച്ച് കയറി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ കൂരിമീൻ എല്ലാവർക്കും മടിയാണ് മേടിക്കാനായിട്ട്. അതിൻ്റെ ക്ലീനിങ് ഓർത്തിട്ടാണ് നമ്മൾ മടിക്കുന്നത്. പക്ഷേ അത് എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കൂരി എടുത്തു. ഒരു കത്രിക കൊണ്ട് അതിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള മുള്ളുകളും ചെറിയ മുള്ളുകളും ചിറകുകളും ഒക്കെ വാലും ഒക്കെ ഒന്ന് ആദ്യം മുറിച്ച് മാറ്റാം. നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ അതിൻ്റെ ആ ചിറകുകളും ആ മുള്ളുകളും ഒക്കെ കത്രിക കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ച് മാറ്റാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അല്ലെങ്കിൽ ആ മുള്ള് നമ്മളുടെ കയ്യിൽ കുത്തിക്കൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. കോരിയുടെ മുള്ള് കൊണ്ടാൽ ദിവസങ്ങളോളം നമ്മൾ ആ മുറിവുമായിട്ട് ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷാർപ്പായിട്ടുള്ള മുള്ള കൂരിയുടേതാണെന്ന് തോന്നുന്നു. കൂരി കാണുമ്പോൾ തന്നെ അതുകൊണ്ട് ദേഷ്യമാണ്. അത് വൃത്തിയാക്കാനുള്ള പാട് ഓർക്കുമ്പോൾ നമ്മൾക്കത് കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, വാങ്ങിക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മെത്തേഡുകളൊക്കെ മനസ്സിലായേ പിന്നെ ഇത് ഞാൻ കൂരി മേടിക്കുന്നത് ചില നല്ല ദേശീയമുള്ള മീനാണ് അല്ലേ. അത് നമ്മൾ നല്ല ഈ തോട്ടിലൊക്കെ ഉള്ള കൂരിയാണെങ്കിൽ വൃത്തിയില്ലാത്ത കൂരിയായിരിക്കും. പക്ഷെ നമ്മൾ നല്ല ഈ ചെമ്മീൻകെട്ടിലൊക്കെ വളരുന്ന കൂരി ഉണ്ടല്ലോ, അങ്ങനത്തെ കൂരി വാങ്ങിക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അങ്ങനെ ഞാൻ ആ കൂരിയുടെ മുള്ളും ചിറകും എല്ലാം വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തു. ഇനിയാണ് നമ്മൾക്കത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കാൻ. അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ അരം പോലെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരത്തെയൊക്കെ കല്ലിലിട്ട് തേച്ച് കഴുകുക ചെയ്തുകൊണ്ടിരുന്നത്. കല്ലിലിട്ട് തേച്ച് കഴുകാൻ എന്തൊരു പാടാണ്. എല്ലായിടത്തും അഴുക്കും പോകത്തുമില്ല. അതിനായിട്ട് കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് നമ്മളുടെ ചെമ്മിപ്പുളി ഉണ്ടല്ലോ, ഈ ഇരുമ്പൻ പുളി, ചെമ്മീൻ പുളി. അത് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിനാണ്. പക്ഷേ അത് അച്ചാറിടാനോ മീൻ കറി വയ്ക്കാനൊന്നും ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിന് മീൻ വൃത്തിയാക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടുകയാണ്. അരിഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. കാരണം അന്നത്തെ ദിവസം ഞാൻ കൂരി വൃത്തിയാക്കാനായിട്ട് എടുത്ത ദിവസം കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. പക്ഷേ നമ്മൾക്കത് മിക്സിയിലിട്ട് ഒരൊറ്റ അടിച്ച് എടുത്താലും മതി. എന്നിട്ട് ഞാനത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ പുളിയൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ ഒന്ന് തിരുമ്മിയെടുത്തു. മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇത്രയും ഇങ്ങനെ അരിഞ്ഞിടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പക്ഷെ കറണ്ടില്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ മീൻ വൃത്തിയാക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കൈ ഇടുമ്പോൾ പൊള്ളുന്ന വിധത്തിൽ തിളയ്ക്കരുത്. ആ ഒരു സമയത്ത് നമ്മൾക്കതിങ്ങനെ വാഷ് ബേസിലേക്ക് വെച്ചിട്ട് നമ്മളുടെ ആ വൃത്തിയാക്കിയ കൂരി, നമ്മൾ ആ മുള്ളൊക്കെ വെട്ടിയ കൂരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കൈ മുക്കുമ്പോൾ ചൂട് തോന്നുന്ന, എന്നാലും നന്നായിട്ട് ചൂടാകുകയും വേണം, എന്നാൽ തിളയ്ക്കുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിലായിരിക്കണം വെള്ളത്തിൻ്റെ ചൂട് ക്രമീകരിച്ചിരിക്കേണ്ടത്. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ അങ്ങോട്ട് ഇടുമ്പോൾ അത് വെന്ത് പോകും. അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് തിളയ്ക്കരുത്. കൈ ഇടുമ്പോൾ ചൂടുമായിരിക്കണം, എന്നാൽ തിളയ്ക്കുകയും ചെയ്യരുത്. തിളയ്ക്കുന്നതിന് ഒരു ആവിയൊക്കെ വരുമല്ലോ, ആ സമയത്ത് ഓഫ് ചെയ്ത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അതിലേക്ക് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ സ്ക്രബ്ബർ കൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ തേച്ച് കൊടുത്താൽ മതി. നമ്മളൊന്ന് മുറുക്കി തേക്കേണ്ട, ശക്തിയായിട്ടേ തേക്കേണ്ട, ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. നമ്മളുടെ ആ മീനിൻ്റെ പുറത്തുള്ള അഴുക്കുകളൊക്കെ പോയി വൃത്തിയായി കിട്ടും. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എത്ര ഭംഗിയായിട്ട് അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ മുകളിൽ കൂടി ആ സ്ക്രബ്ബർ ഇങ്ങനെ ഒന്ന് ഓടിച്ചു നമ്മൾ തുടയ്ക്കത്തില്ലേ, അതുപോലെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി. നമ്മുടെ മീൻ
പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു പിലോപ്പിയ അതുപോലെ തന്നെ ഇങ്ങനെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ കല്ലേ കൊണ്ട് തേച്ച് വൃത്തിയാക്കാനായിട്ട് പാടുപെടുന്ന മീനൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് പെട്ടെന്ന് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെ നമ്മൾ ആ പുളി ഇടുന്ന ഇതിൽ നമ്മൾ ചൂടുവെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് വെച്ച് ഇതുപോലെ വൃത്തിയാക്കിയാലും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ അഴുക്ക് മുകളിലത്തെ അഴുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇരുമ്പൻ പുളിക്ക് പകരം മറ്റേ വാളംപുളിയില്ലേ, അതും നമ്മൾക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ പറമ്പിൽ വെറുതെ പോകുന്ന പുളിയാണ്. നമ്മൾക്ക് വാളംപുളിയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് സാമ്പാറിനും രസത്തിനൊക്കെ ആവശ്യമുണ്ട്. ഇതാകുമ്പോഴേ വെറുതെ പോകുന്ന പുളിയാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. വാളംപുളിയാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ട് 2-3 മിനിറ്റ് നമ്മളുടെ മീൻ അതിനകത്ത് മുക്കി വെച്ച് ഇതുപോലെ കളയുമ്പോഴും എനിക്ക് തോന്നുന്നു പുളി കൊണ്ടാണ് ഇതിൻ്റെ ആ അഴുക്ക് പെട്ടെന്ന് നമ്മൾക്ക് മാറി കിട്ടുന്നത്. അത് ഇതിലെ ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻ പുളിയുടെ പുളി ചെല്ലുമ്പോഴും അതുപോലെ തന്നെ വാളൻ പുളിയുടെ പുളി ചെല്ലുമ്പോഴും അതുപോലെ തന്നെ വിനാഗിരിയുടെ ആ പുളി ചെല്ലുമ്പോഴും നമ്മളുടെ അഴുക്കൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇളകിപ്പോരുകയാണ് ചെയ്യുന്നത്. ചൂടുവെള്ളത്തിൽ ഈ പറയുന്ന സാധനങ്ങൾ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ വാളൻ പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി അല്ലെങ്കിൽ വിനാഗിരി, ഇത് 3 സാധനങ്ങളും കൊണ്ട് നമ്മളുടെ മീനിൻ്റെ അഴുക്ക് ഇതുപോലെ പോകുന്നതാണ്. ചൂടുവെള്ളത്തിൽ ഇത് 3 നന്നായിട്ടിട്ട് ഒന്ന് തിളപ്പിക്കണ്ട, ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇരുമ്പൻ പുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒഴിച്ച് കൊടുത്ത് ഇതൊരു 3-4 മിനിറ്റ് നമ്മളുടെ മീൻ ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് അതിനുശേഷം ഇതുപോലെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് തേക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് അറിഞ്ഞാൽ പിന്നെ ഞാൻ കൂരി എപ്പോഴും മേടിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കലയിലിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ മുതുകത്ത് കാണുന്ന ആ മുള്ളിൻ്റെ ഇടയിലുള്ള അഴുക്കൊന്നും നമുക്ക് കല്ലിൽ തേച്ചാൽ അത് പോകത്തില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, തേക്കുന്നവർക്കായി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കലയിലിട്ട് അത് തന്നെയല്ല, കലയിലിട്ട് എന്തോരം നേരം നമ്മൾ തേച്ചെടുക്കണം, നമ്മൾ മടുത്തു പോകും. കണ്ടോ, അതിനകത്ത് മുട്ടയുമുണ്ട്, അതിൻ്റെ വായിൽ കൂടി മുട്ടയുണ്ട്. നമ്മളത് വൃത്തിയാക്കിയപ്പോഴതിൻ്റെ ചുണ്ട് ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളത് ആ ചിറകൊക്കെ വെട്ടിയ സമയത്ത് അതിൻ്റെ ചുണ്ട് ഭാഗം കൂടി ഒന്ന് മുറിച്ച് കളഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ആ മുട്ടകളൊക്കെ വായിൽ കൂടി പോരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമ്മൾക്ക്. അതുപോലെ തന്നെയാണ് പിലോപ്പിയ മീനും. നമ്മൾ കല്ലിലിട്ട് തേക്കുന്ന ഏത് മീനും നമ്മൾക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾക്കറിയാമായിരുന്നു ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി നമ്മൾക്ക് മീൻ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. കലയിലിട്ട് തേച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മുതുകിൻ്റെ ഭാഗത്ത് മുള്ള് നമ്മൾ വെട്ടി മുതുകത്തെ ആ വലിയ മുള്ളുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെട്ടി ആ ഭാഗത്ത് നമ്മൾ തേക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ വയറിൻ്റെ ഭാഗത്ത് നമ്മൾ തേക്കുമ്പോഴൊക്കെ അതിൻ്റെ അഴുക്ക് മുഴുവൻ പോകത്തില്ല. അത് തന്നെയല്ല, നമ്മളിങ്ങനെ കൈ പിടിച്ച് മുറുക്കി അങ്ങ് തേക്കുമ്പോൾ ഈ മീനിൻ്റെ ഉള്ളിലുള്ള ഒന്ന് ഉടഞ്ഞു പോയി അതിൻ്റെ ഉള്ളിലുള്ള കുടലൊക്കെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും അങ്ങ് തേക്കാനും പറ്റത്തില്ല. നമ്മൾ തേക്കുമ്പോൾ ശരിക്കും മീനിൽ ഒന്ന് മുറുക്കി പിടിച്ചൊക്കെയാണല്ലോ തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പെട്ടെന്ന് ഇവിടെയുള്ള ആ അഴുക്കൊക്കെ നമ്മൾ കല്ലിലിട്ട് തേക്കുമ്പോൾ പോകാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പോൾ കണ്ടോ എന്ത് നല്ല ക്ലീനായിട്ട് കിട്ടുന്ന അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കണ്ടോ, ഇവിടെ നിന്നൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് ആ സ്ക്രബ്ബറൊന്ന് കയറ്റി തേച്ചാൽ മതി, തേക്കണ്ട, ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി, അപ്പം തന്നെ ആ അഴുക്കൊക്കെ മാറിക്കിട്ടും. എന്തോരം നല്ലൊരു മെത്തേഡാണല്ലേ. ഈ ഒരു നല്ല മെത്തേഡൊക്കെ നമ്മൾക്കറിയാമെങ്കിൽ നമ്മൾ മീൻ വാങ്ങിക്കാനായിട്ട് നമ്മൾക്ക് മടിയുണ്ടാവത്തില്ല. നമ്മൾ ഈ മീൻ വൃത്തിയാക്കുന്നതാണ് നമ്മൾക്ക് ഏറ്റവും മത്തി അയിലയൊക്കെ നമ്മൾക്ക് സാരമില്ല, നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. പക്ഷേ ഇതുപോലെയുള്ള വരാൽ, കൂരി, കാരി, അതുപോലെ തന്നെ പിലോപ്പിയ ഒക്കെ മേടിക്കുമ്പോഴേ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ അറിയാമല്ലേ, ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഈ മീൻ വൃത്തിയാക്കുക എന്നുള്ള ആ ഒരു മടി നമ്മൾക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ സന്തോഷത്തോടുകൂടി മീൻ മേടിക്കുവാനും അതുപോലെ തന്നെ മീൻ പെട്ടെന്ന് വൃത്തിയാക്കാമല്ലോ എന്നോർത്ത് നമ്മൾക്കൊരു തൃപ്തിയും ഉണ്ടാകും കേട്ടോ.
എത്ര പെട്ടെന്നാണെന്ന് നോക്കിയാൽ ആ മീൻ വൃത്തിയായി കിട്ടിയത്. വെള്ളം തിളച്ച് പോകരുത്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. തിളച്ച് പോയാൽ നമ്മൾ ആ മീൻ ഇടുമ്പോഴേ ആ മീൻ പെട്ടെന്ന് വെന്തു പോകും. തിളയ്ക്കരുത്. തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് കണ്ട് എത്ര വൃത്തിയായെന്ന് നോക്കിയാൽ, തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ആവി പറക്കുന്ന സമയത്ത് തന്നെ നമ്മളതങ്ങ് ഓഫ് ചെയ്തേക്കണം. അങ്ങനെ ഞാൻ എല്ലാ മീനും ഇതുപോലെ വളരെ വൃത്തിയായിട്ട് വൃത്തിയാക്കിയെടുത്തു. ആ പുളി ഉപയോഗിച്ച് നമ്മളുടെ പറമ്പിൽ വെറുതെ വീണു പോകുന്ന പുളിയാണല്ലോ അതൊക്കെ നമ്മളിങ്ങനെ പ്രയോജനപ്പെടുത്തണം. കണ്ടോ എത്ര വൃത്തിയായി കിട്ടിയ. നമ്മൾക്ക് വിനാഗിരിയും വാളംപുളിയൊക്കെ നമ്മൾക്ക് കറിക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.